നാട്ടുകാരുടെ ജാഗ്രതയിൽ ഒരു മാല മോഷ്ടാവിനെ പിടികൂടിയിരിക്കുകയാണ്. കതിരൂർ 5 മൈൽ സ്വദേശിയായ ടി.പി. സുമയുടെ മാലയാണ് കതിരൂർ പുല്യോട് സ്വദേശിയായ ടി. മുഹമ്മദ് മോഷ്ടിച്ചത്. ഇപ്പോൾ സുമ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയായിരുന്നു സംഭവം? രാവിലെ ഹസ്ബൻഡിൻ്റെ പേരും ചോദിച്ച് വന്നത്. അപ്പോൾ നമ്പർ കൊടുക്കാൻ പറഞ്ഞ് നമ്പർ കൊടുത്തു. അത് കഴിഞ്ഞ് ഫോൺ നമ്പർ തരുമെന്ന് വെച്ച് ഫോൺ നമ്പർ കൊടുത്തു. ഫോൺ നമ്പർ കൊടുത്തപ്പോൾ എനിക്കൊരു ഫോൺ വന്ന്. ഞാൻ ഫോൺ എടുക്കാൻ അവിടെ പോയിട്ടേ ഉള്ളൂ. അവിടെ നിന്ന് പുറകെ വന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. പുറകെ വന്ന് പൊട്ടിച്ച് ഓടി. അപ്പോൾ ഉള്ളിൽ കയറി ഇവിടെ അടി എത്തുമ്പോഴത്തേക്കും പൊട്ടിച്ച്. അപ്പോൾ ഞാൻ പുറകെ ഓടി. അയാൾ പൊട്ടിച്ച് ഓടി. ഞാൻ പുറകെ അലറിയതുകൊണ്ട് ഓടി. അങ്ങനെ കുറേ ദൂരം ഓടി. അപ്പോൾ അവിടുന്ന് അപ്പുറത്തെ ആൾക്കാരെല്ലാം കൂടി വന്ന് ഞാൻ പിടിച്ചു. അവരെങ്ങനെയാണ്, വണ്ടിയിലാണോ വന്നത്? വണ്ടിയിലല്ല, നടന്നിട്ടാണ് വന്നത്. അപ്പോൾ ഇയാൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പൊട്ടം പാർക്കുന്ന വരുന്നത്, ഞാൻ നടന്ന് വന്ന് ക്ഷീണാവെന്ന്. എനിക്ക് അതങ്ങനെ പറഞ്ഞിട്ടാണ് വെള്ളം ചോദിച്ചത്. അപ്പം പൊട്ടം പാർക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ബസ് ഉണ്ടല്ലോ അവിടുന്ന് ഇങ്ങോട്ടൊന്നും നടന്നിനി, ബസ്സിന് വന്നൂടെ എന്നെല്ലാം പറഞ്ഞു. ഇപ്പം 10:25 ബസ്സുണ്ട്, നിങ്ങൾ പോടുമെന്ന് പറഞ്ഞേ. എന്നിട്ട് അയാൾ ഇവിടെ വെള്ളം കുടിച്ചിട്ട് കുറച്ച് സമയം നിന്ന്. ക്ഷീണാവുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒന്ന് അങ്ങനെയാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നീട് എങ്ങനെയാണ് നാട്ടുകാർ ഞാൻ ഓടുന്ന എൻ്റെ കരച്ചിൽ കേട്ടിട്ട് നാട്ടുകാർ എൻ്റെ കൂടെ വന്ന് പിടിച്ചതാണ്. എന്നിട്ട് എവിടത്തേക്കാണ്, ഏത് പോലീസ് സ്റ്റേഷനിലേക്ക്? കതിരൂർ പോലീസ് സ്റ്റേഷനിൽ. നമ്മളും പോയി അവിടെ, നമ്മളെ വിളിച്ചതിനും നമ്മളും പോയി. ഇവരിവിടെ ഇല്ല, ഹസ്ബൻഡ് ഇവിടെ ഇല്ലേനും. അങ്ങനെ. എത്ര പവൻ്റെ മാലയാണ്? 3.5 പവൻ്റെ മാല. 3 പവൻ ചെയിനും 1/2 പവൻ ലോക്കറ്റും. ഞാൻ പണിസ്ഥലത്തിനുള്ളത്. പണിസ്ഥലത്തിന് ഇവിടെ കുറേ നേരം കോൾ വന്ന് ഇവള് പറഞ്ഞ് എൻ്റെ മാല പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ മാല പൊട്ടിച്ചതിന് പോലീസ് സ്റ്റേഷനിൽ പോവാം, പിന്നെ അവിടെ ഞാൻ വരാം. അങ്ങനെ ഞാൻ അറിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയത്. എന്നിട്ട് ഇവള് പറഞ്ഞ് ഇങ്ങനെ, പിന്നാണ് പോലീസുകാർ അപ്പോഴേക്ക് ആൾക്കാരെല്ലാം വന്നിന്. ഞാൻ മേസ്ത്രീയെ കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്. എന്നിട്ടാണ് പിന്നെ അവർ കേസ് കഴിഞ്ഞിട്ട് ഇത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, മാല തരുമെന്ന് പറഞ്ഞു. ആളെ നിങ്ങൾക്ക് വലിയ പരിചയമൊന്നുമില്ല, പണ്ടങ്ങോട്ട് നിന്നേ പോലും. അങ്ങനെ കുറേ കാലമായി കണ്ടിട്ട്. മാമനെല്ലാം നമ്മളെ നാളെ മാമനെല്ലാം അറിയാം, അവർക്കെല്ലാം അറിയാമെന്നാണ് പറഞ്ഞത്. ക്യാമറമാൻ ഷിദിൻ കതിരൂരിനൊപ്പം തേജസ്വിനി മാറുളി, ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.